നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാരായണീയത്തിലെ 16ാമത്തെ ദശകം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 6 ശ്ലോകങ്ങൾ കഴിഞ്ഞു. ഇനി 4 ശ്ലോകങ്ങൾ കൂടെ ഉള്ളത് ഇന്ന് ഒന്ന് വായിച്ച് അർത്ഥം പറയാമെന്ന് കരുതുകയാണ്. നമ്മൾ ഒട്ടും സമയം കളയാതെ കണ്ട് 4 ശ്ലോകങ്ങൾ വിസ്തരിക്കാനുണ്ടല്ലോ. അതുകൊണ്ട് പാഠഭാഗത്തിലേക്ക് പോവുകയാണ്. താല്പര്യമുള്ളവരൊക്കെ വരൂ, നാരായണീയം കേൾക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. 16ാമത്തെ ദശകമാണ്. ഇതിൽ ദക്ഷയാഗം, നരനാരായണ മൂർത്തിമാരുടെ ഒരു അവതാരവും അവതാര കഥകളും ഒക്കെയാണ് ഈ ദശകത്തിൽ പറയുന്നത്. അത് നാരായണ മഹർഷി ചെന്നിട്ട് ഭഗവാന്റെ അവിടെ ചെന്ന് വസന്തമൊക്കെ അവർക്ക് അദ്ദേഹത്തിൻ്റെ തപസ് 1000 കൊല്ലത്തെ സഹസ്രകവചനെ കൊല്ലാൻ വേണ്ടി 1000 വർഷം തപസ്, 1000 വർഷം യുദ്ധം, അങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവരുടെ തപസ് കണ്ട് ദേവേന്ദ്രൻ ഭയപ്പെട്ടു. തൻ്റെ സിംഹാസനമെങ്ങാൻ ഇവർ തട്ടിയെടുത്താലോ, അതുകൊണ്ട് തപസ് ഇളക്കാൻ വേണ്ടിയിട്ട് കാമദേവനോട് പറഞ്ഞ ദേവസുന്ദരികൾ, കാമദേവൻ്റെ സഖികളായിട്ടുള്ള സുന്ദരിമാരെയും കൊണ്ട് അവിടെ ചെന്ന് വസന്തം, തെക്കൻ കാറ്റ്, മന്ദമാരുതൻ, സുഗന്ധവാഹിയായ കാറ്റ്, ഇങ്ങനെയെല്ലാം പ്രണയം ജനിക്കുന്നതിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുമിച്ച് ചേർത്തുണ്ടാക്കിയെങ്കിലും ശ്രീനാരായണനായ നിന്ദ്രുവടിയെ ഇളകാത്തവനായി കണ്ടു. ഈ സുന്ദരിമാരും കാമദേവനും അനുകൂലമായ സാഹചര്യം വന്നിട്ടും ഒട്ടും തന്നെ ഈ നാരായണ മഹർഷിക്ക് തപസ്സിനൊരു ഇളക്കം വരുന്നില്ല. ഇതെന്താണെന്ന് വിചാരിച്ചിട്ട്, അല്ലയോ അനന്തരം അവിടുന്ന്, അല്ലയോ കാമദേവ, വസന്ത, സുരസുന്ദരിമാരെ, നിങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ടും എൻ്റെ തപസ്സിനൊരു ഭംഗം വരുത്താൻ സാധിക്കാത്തതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ എന്നെ ഭയമായി തുടങ്ങിയില്ലേ? ഭയപ്പെടുമൊന്നും വേണ്ട, ഒന്നും വേണ്ട. ഇവിടെ വെച്ച് എൻ്റെ ഒരു സമ്മാനം നിങ്ങൾ സ്വീകരിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. എന്നിട്ട് കൊടുത്ത സമ്മാനം തന്നോ. അത്ഭുതത്തോടെ അവരെല്ലാവരും ചുറ്റും നോക്കി, എന്ത് സമ്മാനമാവോ ഭഗവാൻ നമുക്ക് തരാൻ പോണേ എന്നൊക്കെ വിചാരിച്ചു. നാരായണമൂർത്തി അങ്ങനെ ഭഗവാന്റെ തന്നെ ഒരു അംശാവതാരമാണല്ലോ. അങ്ങനെ ആയപ്പോൾ അത്ഭുതത്തോടെ നോക്കിയപ്പോഴത്തേക്കും നാരായണമൂർത്തിക്ക് ചുറ്റും ഒരുപാട് സുരസുന്ദരിമാർ വന്നു നിന്ന് അദ്ദേഹത്തെ സ്തുതിക്കുക. അവരുടെ സൗന്ദര്യത്തിൻ്റെ മുൻപിൽ തങ്ങളുടെ സൗന്ദര്യം ഒന്നുമല്ല എന്നവർക്ക് ബോധ്യമായി. അവർക്ക് ആകെ ഒരു ജാള്യത തോന്നി. അയ്യോ, നമ്മൾ ഇത്രയും സുന്ദരിമാർ ചുറ്റും നിൽക്കുന്ന ഈ ഭഗവാന്റെ മുൻപിലാണോ നമ്മുടെ സൗന്ദര്യം കൊണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ തപസ്സുകളൊക്കെ നോക്കിയത്? മോശമായിപ്പോയി, നമ്മളൊന്നും അല്ലാണ്ടായിപ്പോയി. ഒരു കുട്ടികളുടെയൊക്കെ ഭാഷയെ പറയുക, ചാക അങ്ങോട്ട് ചമ്മിപ്പോയി. അങ്ങനെ അടുത്തതായിട്ട് ശ്രീനാരായണ മഹർഷിയെ തോൽപ്പിക്കാൻ വന്നവരെ അവർ തന്നെ തോറ്റ് നാണം കെട്ട് മടങ്ങുന്ന ഒരവസ്ഥ വരികയാണ്. അടുത്ത ശ്ലോകത്തിലേക്ക്, അതായത് 16ാമത്തെ ദശകത്തിലെ 7ാമത്തെ ശ്ലോകത്തിലേക്ക് പോവുകയാണ് ഇനി. സമ്മോഹനായ മിളിത മനോദയ മദനാദയസ്തേ. സമ്മോഹനായ മിളിത മദനാദയസ്തി തദ്വാസിക പരിമളൈ കില മോഹമാപൂ ദത്തം ത്വയാ ജഗൃദുസ്ത്രപദൈവ സർവാസി ഗർവശമനീം പുനരുർവശീം താം. അതായത് മതസമ്മോഹനമായ മിളിത മദനാദയ, അവിടുന്ന് സമ്മോഹിപ്പിക്കുവാനെത്തിയ, അതായത് നാരായണമൂർത്തിയുടെ മോഹം വളർത്തി, തൻ്റെ സുന്ദരിമാരെ കണ്ട് മയങ്ങി മോഹം വളർത്തി അവിടുത്തെ സമ്മോഹിപ്പിക്കുവാനെത്തിയ കാമദേവൻ എന്തുണ്ടായി? അതാണ് മദനാദയ, മിളിത മദനാദയ സമ്മോഹനായ അങ്ങയുടെ തപസ് ഇളക്കാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി വന്ന ആ കാമദേവൻ തദ്വാസിക പരിമള, അവിടുത്തെ ദാസിമാരുടെ ഒരു സുഗന്ധത്താൽ
നാരായണമൂർത്തിയെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന ആ സുന്ദരിമാരിഞ്ഞ് വന്നപ്പോൾ അവരൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരു സമ്മാനം തരാമെന്ന് പറഞ്ഞിട്ട് ചുറ്റും നിൽക്കുന്ന സുന്ദരിമാരെ അങ്ങോട്ട് കാണിച്ചു കൊടുത്തപ്പോൾ അവർ വന്നപ്പോൾ ഉണ്ടായ ആ സുഗന്ധം കൊണ്ട് മോഹം പൂക്കില്ല, മോഹത്തെ പ്രാപിച്ചു. കാമദേവന് എന്നെ അങ്ങോട്ട് മോഹമായി. ആരെ? ഭഗവാൻ നാരായണമൂർത്തിയുടെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന സഖിമാരെ കണ്ടപ്പോൾ കാമദേവൻ പോലും മോഹിച്ചു പോയി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അദ്ദേഹത്തിൻ്റെ സുന്ദരിമാരെക്കാൾ ഒരുപാട് സൗന്ദര്യമുള്ളവരായിരുന്നു ഭഗവാൻ നാരായണമൂർത്തിയുടെ ശുശ്രൂഷകരായി എത്തിയ സഖിമാരൊക്കെ. പുനഃത്വയ ദത്താം സർവസർവാസി ഗർവശമനി. അനന്തരം അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ നിന്ന് കൊടുത്ത ഈ സമ്മാനം എല്ലാ ദേവസുന്ദരിമാരുടെയും സൗന്ദര്യമതം നശിപ്പിക്കുന്ന ആ ഉർവശിയെ ലജ്ജയോടെ സ്വീകരിക്കുകയും ചെയ്തു. ഏറ്റവും സുന്ദരിയായിട്ട് തോന്നിയത് എല്ലാവരുടെയും സൗന്ദര്യം ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു ആകാര സൗന്ദര്യമുള്ള സുരസുന്ദരിയാണ് ഉർവശി. ആ ഉർവശിയെ നാരായണമൂർത്തി സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സമ്മോഹനായ മിളിതാ മനോ മദനാദയസ്തി തത്വാസിക പരിമളൈ കില മോഹമാപൂ ദത്താം ത്വയാ ച ജഗൃഹുസ്ത്രഭയൈവ സർവാസി ഗർവശമനീം പുനരുർവശീം താം സർവസ്വവാസി ഗർവശമനീം. സർവാസി ഗർവശമനി എന്ന് പറഞ്ഞാൽ സർവസ്വവാസി ഗർവശമനി അങ്ങനെ വരുന്നു പദം പിരിക്കുമ്പോൾ. അതായത് ഉർവശിയുടെ സൗന്ദര്യം കണ്ട് ശ്രീനാരായണ മഹർഷി തൻ്റെ ഊരുവിൽ നിന്ന് ഉണ്ടാക്കിയ സുന്ദരിയാണ് ഉർവശി എന്നൊരു കഥ വേറെ പ്രസിദ്ധമായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നാരായണമൂർത്തിക്ക് നാരായണമൂർത്തിയെ ശുശ്രൂഷിച്ചിരുന്ന സുന്ദരിമാരിൽ ഒരാളായ ഉർവശി അങ്ങ് എടുത്തു എന്നാണ് പറയുന്നത്. നമുക്ക് ഈ ഭാഗത്തിൽ ഇനി പറയുന്നുണ്ടല്ലോ, മലയാളത്തിലൊരു പരിഭാഷ ഇതിൻ്റേത് കാണാനുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. അവിടത്തെ മോഹിപ്പിക്കാനെത്തിയ കാമാദികളോ ദാസീജന സുഗന്ധത്താൽ മോഹിതരായി. അവിടത്തെ മോഹിപ്പിക്കാനായി എത്തിയ കാമാദികൾ അവിടുത്തെ ദാസിമാരുടെ സുഗന്ധത്താൽ വളരെ മോഹിതരായിപ്പോയി. അവിടുന്നു സമ്മാനിച്ച ഉർവശിയോ നശിപ്പിച്ചു ദേവസുന്ദരികളുടെ സൗന്ദര്യമതം. ദേവസുന്ദരികൾക്കുണ്ടായിരുന്ന സൗന്ദര്യം തങ്ങൾക്കാണ് കൂടുതൽ എന്നുള്ള ആ അഹങ്കാരം നാരായണമൂർത്തിയുടെ ദാസിയായ ഉർവശി അങ്ങ് ശമിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അവർക്കാർക്കും തന്നെ ഉർവശിയോളം സൗന്ദര്യം ഉണ്ടായിരുന്നില്ല. അടുത്ത ശ്ലോകത്തിലേക്ക് പോവുകയാണ്. ഊരുദ്ഭവം നരസഹസ്യമുനെ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ഭാഗവതത്തിൽ. ഇങ്ങനെ ഉർവശി ജനിച്ചത് തന്നെ നാരായണമൂർത്തിയുടെ ഊരുവിൽ നിന്നാണ്. ഊരു എന്ന് പറഞ്ഞാൽ തൊടയിൽ ഇങ്ങനെ അടിച്ചപ്പോൾ സുന്ദരി പൊങ്ങി വന്നു എന്നൊക്കെയാണ് കഥ പറയുന്നത്. പുരാണങ്ങളിലെ കഥയൊക്കെ പല 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 വിധത്തിലും പല പുരാണങ്ങളിലും പലതരത്തിലും പറയുന്നുണ്ട്. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ദൃഷ്ടോർവശിം തവ കഥം ച നിശമ്യ ശക്ര പര്യാകുലോ ജനിഭവൻ മഹിമാവമർശാത് ഏവം പ്രശാന്തരമണീയതരാവതാരാത് തത്തോധികോ വരദ കൃഷ്ണതനുസ്ത്വമേവ. ദൃഷ്ടോർവശി തവ കഥാം ച നിശമ്യ ശക്ര. ശക്ര എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ ഉർവശിയെ ഉർവശിയെ കണ്ടിട്ട് തവ കഥാം നിശമ്യ അവിടുത്തെ ആ പുണ്യമായ പവിത്രമായ കഥ കേട്ടിട്ടും നിശമ്യ കഥ കേട്ടിട്ടും
കഥാം നിശമ്യ ച തവ കഥാം നിശമ്യ ച അങ്ങയുടെ കഥ കേട്ടിട്ടും ഭവൻ മഹിമാവ അമർഷാത് അവിടുത്തെ മാഹാത്മ്യം അറിഞ്ഞതുകൊണ്ട്, അപ്പോഴാണ് ഈ ഉർവശി അവിടുത്തെ ഉരുവിൽ നിന്നുണ്ടായെന്നും ഒക്കെയുള്ള കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഇത്രയേറെ സുന്ദരിമാരുടെ ശുശ്രൂഷാദികൾ അനുഭവിച്ചുകൊണ്ടാണ് അങ്ങയുടെ തപസ് എന്നറിഞ്ഞപ്പോൾ പര്യാകുല അജനി വ്യാകുലനായി തീർന്നു ഇന്ദ്രന് ഉർവശിയെ കണ്ടപ്പോൾ, ഉർവശിയുടെ സൗന്ദര്യം കണ്ടപ്പോൾ മനസ്സ് ഇങ്ങനെ തുടിക്കുക. ഉർവശിയോടൊരു പ്രണയം ഉണ്ടാന്ന് ഓർത്തിയുണ്ടോ? നാരായണമൂർത്തിയുടെ സഖിയ. ഹേ വരദ, അതായത് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും വരങ്ങളുമൊക്കെ നൽകുന്ന ആളെയാണ് വരദ എന്ന് പറയുക. അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ, അഭീഷ്ടത ഏവം പ്രശാന്ത രമണീയ തരാവതാരാത് ത്വത്ത, അങ്ങനെ ഇപ്രകാരം സൗമ്യവും ആശ്ചര്യകർമാനുഷ്ഠാനത്താൽ അതിമനോഹരവുമായ നിന്തിരുവടിയേക്കാൾ, അതായത് ഇതുകളൊക്കെ അവതാരമെടുത്ത കർമാനുഷ്ഠാനത്തിൽ അതിമനോഹരമായ അവതാരമെടുത്ത ശ്രീ നാരായണമൂർത്തിയായ നിന്തിരുവടിയേക്കാൾ, അതായത് നാരായണമൂർത്തിയുടെ അവതാരം എന്ന് പറയുന്നത് അത് വളരെ മനോഹരമായ ഒരു അവതാരം തന്നെയാണ്. അംശാവതാരമാണെങ്കിൽ പോലും അധിക കൃഷ്ണതനുത്വം ഏവ, ശ്രേഷ്ഠനായ അങ്ങ് ശ്രീകൃഷ്ണരൂപനായ നിന്തിരുവടി മാത്രമാണ്. അങ്ങ് അംശാവതാരമൊക്കെയാണ് എന്നുണ്ടെങ്കിലും പൂർണ്ണാവതാരം പോലെ തന്നെ പുണ്യമാണ് അവിടുത്തെ അവതാരം. അതാണ് പറയുന്നത് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇന്ദ്രൻ ഉർവശിയെ കണ്ടിട്ട്, അവിടുത്തെ കഥ കേട്ടിട്ട്, അവിടുത്തെ മാഹാത്മ്യം അറിഞ്ഞതുകൊണ്ട് ആകെ അങ്ങോട്ട് വ്യാകുലനായി തീർന്നു. അങ്ങ് ഇഷ്ടമുള്ള വരങ്ങൾ നൽകുന്ന അഭീഷ്ടത വരദ അറിഞ്ഞത് ഇവിടെ സൗമ്യതമായ അവതാരമെടുത്ത്, നാരായണമൂർത്തിയുടെ അവതാരം എന്ന് പറയുന്നത് ഒട്ടും കൊടും നരസിംഹമൂർത്തിയെ പോലെയോ പരശുരാമനെ പോലെയോ ഒരു ക്രൗരഭാവമുള്ള ഒന്നുമല്ല, ശുണ്ഠി ദേഷ്യമൊന്നുമുള്ള അവതാരമല്ല. സൗമ്യമൂർത്തിയായ നാരായണമൂർത്തിയുടെ അവതാരത്തെ നിന്തിരുവടിയേക്കാൾ മനോഹരമായിട്ട്, അതായത് അങ്ങയുടെ സൗന്ദര്യമുള്ള ഒന്ന് തന്നെയാണ്, ഒരവതാരം തന്നെയാണ് നാരായണമൂർത്തിയുടെ അവതാരം. ശ്രീകൃഷ്ണ സ്വരൂപനായ നിന്തിരുവടി മാത്രം ആണ് ഇങ്ങനെ നാരായണമൂർത്തിയുടെ ഭാവത്തിൽ എത്തിയിട്ടുള്ളത്. ഇത് ഭഗവാന് ആ കൃഷ്ണഭക്തി ഒന്ന് വെളിവാക്കുന്നൊരു സ്ഥലം കൂടിയാണ്. ഈ ശ്ലോകത്തിൽ നാരായണമൂർത്തിയുടെ ഗുണഗണങ്ങളാണ് ഭക്തകവി സ്മരിക്കുന്നത്. ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. ദൃഷ്ടോർവശീം തവ കഥാം ച നിശമ്യ ചക്ര പര്യാകുലോ ജനി ഭവൻ മഹിമാവമർഷാത് ഏവം പ്രശാന്തരമണീയതരാവതാരാത് തത്വോധികോ വരദ കൃഷ്ണതനുസ്ത്വമേവ. മലയാള പരിഭാഷയിൽ ഈ ശ്ലോകം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അങ്ങയുടെ മാഹാത്മ്യത്താൽ വ്യാകുലനായി തീർന്നു ഇന്ദ്രൻ, അവിടത്തെ അവതാരം അത്ഭുതം തന്നെ. നാരായണമൂർത്തിയേക്കാൾ ശ്രേഷ്ഠനായി ഒരാൾ മാത്രം, നാരായണമൂർത്തിയേക്കാൾ ശ്രേഷ്ഠനായിട്ടൊരാൾ മാത്രം. ആരാണ് ആ ഒരാൾ? നാരായണമൂർത്തിയെക്കാളും ശ്രേഷ്ഠനായിട്ടുള്ളത് കൃഷ്ണരൂപിയാകും എൻ്റെ ഭഗവാൻ മാത്രം. നാരായണമൂർത്തിയേക്കാൾ ശ്രേഷ്ഠനായിട്ട് ഒരാളേ ഉള്ളൂ, അത് എൻ്റെ ഭഗവാനാണ് കേട്ടോ, എൻ്റെ ഗുരുവായൂരപ്പനാണ് കേട്ടോ. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ദക്ഷയാഗ ചരിതമാണ് 2 ശ്ലോകങ്ങളിലായിട്ട് ഇനി പറയുന്നത്. ദക്ഷസ്തു ദാതുരതിലാളനയാരജോന്ധ
ബന്ധോ നാത്യാതൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ദാസഭവത്തനുമേവ ശർവം യജ്ഞേ ച വൈരഭിഷുനേ സ്വസുതം വ്യമാനീത്. ദക്ഷ തു ദാതു അതിലാളനയാ രജോന്ത. ദക്ഷനാകട്ടെ, അതായത് ദക്ഷ പ്രജാപതി, അദ്ദേഹത്തിൻ്റെ മകളായ മൂർത്തിയുടെ മക്കളല്ലേ ഈ നരനാരായണന്മാർ. അപ്പം ദക്ഷ പ്രജാപതി ദക്ഷനാകട്ടെ ബ്രഹ്മാവിൻ്റെ അതിലാളന കൊണ്ട് ബ്രഹ്മാവിന് ഈ തൻ്റെ പുത്രനായ ദക്ഷ പ്രജാപതിയോട് എന്തെന്നില്ലാത്ത സ്നേഹമാണ് കേട്ടോ. വളരെ പ്രാപ്തനാണ് തൻ്റെ ഈ മകൻ എന്നൊരു തോന്നലുള്ളത് കൊണ്ട് പ്രജാപതിമാരുടെയൊക്കെ ഒരു യോഗം വിളിച്ചു കൂട്ടി അവരുടെ നേതാവായിട്ട് ദക്ഷ പ്രജാപതി അങ്ങോട്ട് വെച്ചു. ബ്രഹ്മാവിൻ്റെ ആ അതിലാളന എന്ന് പറയുന്നത് കൂടുതൽ സ്നേഹം. രാജസങ്ങളായ ക്രോധ മത്സരാദികളാൽ വിവേകശൂന്യനായി പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു വിവേകമൊന്നും മാറി. അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. നാത്യാതൃത ത്വയിജ അശാന്തി ആസീത് കഷ്ടം. ബ്രഹ്മാവ്, അതായത് വിവേകശൂന്യ പരിത്യക്തനായ നെന്തിരുവടിയിൽ പോലും വിനയരഹിതനായി തീർന്നു. ഈ ദക്ഷപ്രജാപതിക്ക് ഈ സ്ഥാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? ഭഗവാനെ നാരായണമൂർത്തിയോട് പോലും പുച്ഛമായി അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ടേ അച്ഛൻ തന്നെ ദക്ഷ പ്രജാപതിയാക്കിയല്ലോ, പ്രജാപതിമാരുടെ ഒക്കെ നേതാവാക്കിയല്ലോ. അതിലങ്ങോട്ട് അഹങ്കരിച്ച് ഭഗവാന്റെ അംശാവതാരമായ നാരായണമൂർത്തിയോട് പോലും ഒരു പുച്ഛഭാവത്തിൽ അങ്ങോട്ട് പെരുമാറാനായിട്ട് തുടങ്ങി. യേന വ്യരുന്ത യേന സ ഭവത്തനുമേവ സർവം വിരുദ്ധ. ഈ അഭിനയം കൊണ്ട് ദക്ഷൻ അവിടത്തെ മൂർത്തി തന്നെയായ ശിവനെ ദ്വേഷിച്ചു. അങ്ങയുടെ തന്നെ ഒരു മൂർത്തിയാണല്ലോ ശിവൻ. അതായത് മഹാവിഷ്ണു മൂന്നായിട്ട് ബ്രഹ്മ വിഷ്ണു മഹാദേവൻ മൂന്നായി തിരിഞ്ഞു. അപ്പോൾ വാസ്തവം പറഞ്ഞാൽ ഈ മഹാദേവൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ തന്നെ ഒരംശാവതാരമാണ്. ആ അഭിനയം കൊണ്ടിൽ ദക്ഷൻ മൂർത്തി തന്നെ അവിടത്തെ തന്നെ മൂർത്തിയായ ശിവനെ അങ്ങോട്ട് ദ്വേഷിച്ചു. അതിനും ശിവനുമായിട്ട് ദക്ഷ പ്രജാപതിക്ക് തൻ്റെ മകളായ സതിയെ വിവാഹം ചെയ്തിരിക്കുന്നത് ഈ ശിവനാണ്, മഹാദേവനാണ്. മകളുടെ ഭർത്താവാണ് ശിവൻ. അതും അദ്ദേഹം ത്രിമൂർത്തികളിൽ ഒരാളാണ് എന്നുള്ള കാര്യവും ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ മൂന്ന് പേർക്കും തുല്യ സ്ഥാനമാണുള്ളത്. അതൊക്കെ അങ്ങോട്ട് ദക്ഷൻ മറന്നു. എന്നിട്ടോ സർവം വിരുദ്ധ അഹങ്കാരം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നിച്ചത്. വൈരപ്പിശുനെ യജ്ഞ ഈ ശിവനോടുള്ള വിരോധം അങ്ങോട്ട് തലയ്ക്ക് പിടിച്ചിട്ട് അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ട് എന്ത് സംഭവിച്ചു? ശിവവിരോധം സൂചിപ്പിക്കുന്ന യാഗത്തിൽ വെച്ച് തൻ്റെ മകളെയും കൂടി അങ്ങോട്ട് സ്വസുതാം, അതാണ് വൈരപ്പിശുനെ യജ്ഞ സ്വസുതാം വ്യമാനീതിച്ച. താൻ നടത്തുന്ന ഒരു യാഗത്തിൽ വെച്ച് തൻ്റെ മകളായ സതിയെ, മഹാദേവനെ സതിയെ ക്ഷണിച്ചില്ല യാഗത്തിലേക്ക്. അതുപോട്ടെ, ഇതൊക്കെ കഴിഞ്ഞ് സതി പറഞ്ഞു അച്ഛൻ നടത്തുന്ന യാഗമല്ലേ, എനിക്ക് പോവാൻ ക്ഷണമൊന്നും വേണ്ടെന്ന് പറഞ്ഞ മഹാദേവൻ്റെയും കൂടി സമ്മതം. മഹാദേവൻ അപ്പോഴേ പറഞ്ഞു വേണ്ട ദാക്ഷായണി വേണ്ട, യാഗശാലയിൽ വെച്ച് നീ അപമാനിക്കപ്പെടും. അപ്പോൾ ദാക്ഷായണിക്ക് സതിക്ക് ഒരു വിഷമായി. ഇല്ല, എൻ്റെ അച്ഛനെ എന്നെ അപമാനിക്കില്ല, അഥവാ അപമാനിച്ചാൽ മഹാദേവ ഞാൻ പിന്നെ കൈലാസത്തിലേക്ക് തിരിച്ചു വരില്ല കേട്ടോ എന്ന് പറഞ്ഞ സങ്കടത്തോടു കൂടി അങ്ങോട്ട് പോയി. മഹാദേവൻ ഭൂതഗണങ്ങളെയൊക്കെ വിട്ടു. ആ യാഗവും യാഗശാലയിൽ സതിക്കുണ്ടായ അപമാനവും ആ ദേഹത്യാഗം ചെയ്യലുമൊക്കെ അനുബന്ധമായ കഥകളും അതോടനുബന്ധിച്ചുള്ള ആ ചടങ്ങുകളും എല്ലാം ചേർന്നതാണ് ഇന്ന് കൊട്ടിയൂരിൽ നടക്കുന്ന വൈശാഖോത്സവം. ഒരു മാസക്കാലം ഓരോ ദിവസം ഓരോരോ വിധത്തിലാണ് അവിടുത്തെ ചടങ്ങുകളും ആചാര രീതികളും ഒക്കെ. അങ്ങനെ തൻ്റെ മകളെ അവിടെ അപമാനിച്ചു. അപമാനം സഹിക്കാൻ പറ്റാത്ത സതി യാഗാഗ്നിയിൽ ചാടി ആത്മാഹൂതി ചെയ്തു. മഹാദേവൻ ഇതറിഞ്ഞ് കൊട്ടിയൂരിൽ ചെന്ന് ദക്ഷനെ വധിച്ചു. അതൊക്കെയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അതാണ് ഈ കഥ.
ദക്ഷസ്തു ദാതുരതിലാളനയാ രജോന്തു. ബ്രഹ്മാവിൻ്റെ അധികമായ ലാളന കൊണ്ട്, സ്നേഹം കൊണ്ട്, നാത്യാപൃതസ്ത്വൈച കഷ്ടമശാന്തരാസി. ദക്ഷപ്രജാപതികളുടെയൊക്കെ നായകനായി ദക്ഷൻ, പ്രജാപതിമാരുടെ നായകനായി ദക്ഷനെ തെരഞ്ഞെടുത്തു. ഏന വ്യരുന്തസഭവത്തനുമേവ ശർവം യജ്ഞേച വൈരപിശുനെ സ്വസുതാംബ്യമാനീത്. ശിവനെ ക്ഷണിക്കാത്ത യാഗശാലയിൽ വെച്ച് അപമാനിതയായ സ്വന്തം മകൾ സതി ആത്മാഹുതി ചെയ്യുകയും ചെയ്തു. ഇതറിഞ്ഞ പിതാവായ, ഇതിനൊരു കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു യജ്ഞം നടക്കുന്നിടത്ത് എല്ലാ ദേവീദേവന്മാരും ഒക്കെ കൂടിയിരിക്കുന്ന സമയത്ത് പ്രജാപതിമാരുടെ നായകനായ രാജാവ്, പ്രജാപതിമാർക്കും പ്രജാപതിയായ ദക്ഷൻ കടന്നു വരുന്ന സമയത്ത് സ്വന്തം പിതാവായ ബ്രഹ്മാവ് എഴുന്നേറ്റ് ആദരിച്ചില്ല. അത് വേണ്ടല്ലോ, മകൻ എത്ര കേമനായാലും അച്ഛനേക്കാളും കേമനാവേണ്ടാവില്ലല്ലോ, അതുകൊണ്ട് ആദരിച്ചില്ല. പക്ഷേ മഹാദേവൻ എന്ന് പറയുന്നത് അദ്ദേഹം ത്രിമൂർത്തികളിൽ ഒരാളാണ്. അദ്ദേഹത്തെ കണ്ട് മറ്റുള്ളവർ വന്നിക്കുകയല്ലാതെ അദ്ദേഹം ആരെയും വന്നിക്കേണ്ട കാര്യമില്ല. എഴുന്നേറ്റ് നിന്നിട്ട് ത്രിമൂർത്തികൾ എന്നുള്ള നിലയ്ക്ക് ദക്ഷൻ വിചാരിച്ചെന്താ, എൻ്റെ മകളുടെ ഭർത്താവല്ലേ ശിവൻ, എൻ്റെ ജാമാതാവല്ലേ, എന്നിട്ട് ഞാൻ വരുമ്പോൾ അച്ഛൻ്റെ സ്ഥാനമല്ലേ എനിക്കുള്ളത്, ഭാര്യയുടെ പിതാവിന് സ്വന്തം പിതാവിൻ്റെ സ്ഥാനമല്ലേ, എന്നിട്ടൊന്ന് എഴുന്നേക്കുക ആവട്ടെ, എന്നെ വന്നിക്കാവട്ടെ, ചെയ്തില്ലല്ലോ, അപ്പം എൻ്റെ അഹങ്കാരം ഞാൻ തീർക്കണുണ്ട് എന്നങ്ങോട്ട് തീരുമാനിച്ച് ദക്ഷൻ ശിവനെ സതിയെ കൈലാസത്തിൽ വിളിക്കാതെ കൊണ്ട് ഒരു യജ്ഞം അങ്ങോട്ട് നടത്തി. അവിടെ ചെന്നാണ് സതി വിളിക്കാതെ ചെന്നിട്ടാണ് അപമാനിതയായതും ദേഹാത്യാഗം ചെയ്തതുമൊക്കെ. അതിൻ്റെ കാരണം അതാണ്. എല്ലാവരും കൂടിയിരിക്കുന്ന സഭയിലേക്ക് കയറി വന്നപ്പോൾ ദക്ഷ പ്രജാപതിയെ സ്വന്തം പിതാവായ ബ്രഹ്മാവ് എഴുന്നേറ്റ് നിന്ന് ആദരിക്കാത്തതുപോലെ തന്നെ മഹാദേവനും എഴുന്നേറ്റ് നിന്ന് ആദരിച്ചില്ല എന്നൊരു കാരണം. അതേ ഉള്ളൂ കാരണം. ഈ ശ്ലോകത്തിൻ്റെ തന്നെ നമുക്ക് ഒരു മലയാള രൂപത്തിൽ എങ്ങനെ വരും എന്ന് നോക്കാം. ബ്രഹ്മപുത്രനായ ദക്ഷൻ വിവേകശൂന്യനുമായി ബ്രഹ്മസ്വരൂപിയിൽ പോലും ഭക്തിയില്ലാതായി. അഹങ്കാരം തലയ്ക്ക് പിടിച്ച ദക്ഷന് ഒരു ഭക്തിയില്ലാതായി. ശിവവിരോധിയായിട്ടു ചെയ്ത യാഗഭൂമിയിങ്കൽ ശിവയാഗം സതിയെയും അപമാനിച്ചു. ആ ശിവഭൂമിയിൽ വെച്ച് നടന്ന യാഗത്തിൽ ചെന്ന സതിയെയും അപമാനിച്ചു. അടുത്ത ശ്ലോകത്തിലേക്ക് പോവുകയാണ്. 16ാമത്തെ ദശകത്തിലെ ലാസ്റ്റ് ശ്ലോകം, 10ാമത്തെ ശ്ലോകമാണിത്. ക്രുദ്ധേശമർദ്ദിതമഖ സദുകൃത്തശീർഷോ ഹരാദലബ്ധജീവ ത്വത്പോരിതക്രതുവര പുനരാപശാന്തിം സാത്വം പ്രശാന്തികര പാഹി മരുപുരേശ. എന്താ പറയുന്നത്? ക്രുദ്ധേശമർദ്ദിതമഖ സാത്തു ക്രുദ്ധേശമഹർദ്ദിത സഖ കൃത്തശീർഷ. ആ ദക്ഷനാവട്ടെ എന്നിട്ട് എന്തുണ്ടായി? കോപിച്ച ശിവൻ സതി ആത്മാഹുതി ചെയ്തു പറഞ്ഞപ്പോൾ യാഗഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട ശിവൻ തൻ്റെ ജടയിൽ നിന്നും ഒരു തലമുടി നാരങ്ങട് എടുത്ത് നിലത്തടിച്ച വഴിക്ക് അതിൽ നിന്ന് 2 രൂപങ്ങൾ അങ്ങ് ജനിച്ചു പൊങ്ങി വന്നു. ദേഹാത്യാഗം ചെയ്ത് ക്രുദ്ധനായിട്ടുള്ള, അതാണ് ക്രുദ്ധേർമർഹിതമഖ എന്ന് പറഞ്ഞ ദേഷ്യം വന്നിട്ട് ജടയിൽ നിന്ന് വീരഭദ്രൻ എന്ന് പറയുന്നൊരു കൃത്യ. അതുപോലെ ഭദ്രകാളി അത്യുഗ്ര ശൈവ തേജസ് യജ്ഞം തകർത്തു, ദക്ഷൻ്റെ കഴുത്തറുത്തു വീരഭദ്രൻ. ഈ വൈശാഖോത്സവ കാലത്തുണ്ട് ദക്ഷൻ്റെ കഴുത്തറുത്തതിന് ശേഷം ആ വാള് വീരഭദ്രൻ വലിച്ചെറിഞ്ഞു.
മുതിരേരി എന്ന് പറയുന്നൊരു സ്ഥലത്ത് അത് ചെന്ന് വീട്. ഇന്നും ദക്ഷയാഗത്തിലേക്ക് കൊട്ടിയൂരിൽ നടക്കുന്ന വൈശാഖോത്സവത്തിലേക്ക് അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ വാള് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നുണ്ട്. മുതിരേരി വാൾവരവ് എന്ന് തന്നെ പറയും. അപ്പോൾ ഭഗവത് പ്രസാദ് പിന്നീട് അദ്ദേഹത്തിന് ഈ യജ്ഞം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ദക്ഷൻ്റെ തല അറുത്ത് കഴിഞ്ഞിട്ട് വേറെ ഒരു ആടിൻ്റെ തല വച്ച് ജീവൻ കൊടുത്തിട്ടാണ് ദക്ഷൻ തുടങ്ങിയ ആ യാഗം പൂർത്തിയാക്കിയത്. യാഗം പൂർത്തിയാക്കാണ്ട് അങ്ങനെയുള്ളത് ഒരു ശരിയല്ല. അതുകൊണ്ട് അഥ ദേവപ്രസാദിതഹരലബ്ധ ജീവ, പിന്നീട് ദേവന്മാരാൽ പ്രസാദിക്കപ്പെട്ട ശ്രീപരമേശ്വരൻ അദ്ദേഹത്തിൻ്റെ ഈ സതിയുടെ ആത്മാഹൂതി ചെയ്ത സതിയുടെ ശവശരീരമെടുത്ത് തോളിലിട്ടുകൊണ്ട് സങ്കടവും ദേഷ്യവും സഹിക്കവയ്യാതെ അവിടെ താണ്ഡവമാടി എന്നാണ് പറയുന്നത്. താണ്ഡവം എന്ന് പറയുന്നത് ദ്രുതഗതിയിൽ നടത്തുന്ന ഒരു നൃത്തമാണ്. പുനഃശാന്തി. അപ്പം ദേവന്മാരൊക്കെ അവിടെ കൊട്ടിയൂരിൻ്റെ ഒരു പ്രാധാന്യം അതാ. മഹാദേവൻ്റെ കോപം ശമിപ്പിക്കാൻ വേണ്ടി മഹാവിഷ്ണുവും ബ്രഹ്മാവും വന്ന് സ്തുതിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ 3 പേരും ഒരുമിച്ച് എത്തുന്ന സ്ഥലമാണ്. അതാണ് പ്രത്യേകത. പിന്നെയോ പുനഃശാന്തിയാവാം. പിന്നെ ശാന്തി വന്നു, സമാധാനമായി അദ്ദേഹത്തിന്. ഹേ പ്രശാന്തികര, എല്ലാവർക്കും പരമശാന്തി അരുളുന്ന ശ്രീ ഗുരുവായൂരപ്പ മരുൾപുരേശ, അങ്ങ് എങ്ങനെയുള്ള ആളാണ്? ഹേ പ്രശാന്തികര, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നൽകുന്ന ആളാണ്. സാത്വം പാഹി, അങ്ങ് എന്നെ ഒന്ന് രക്ഷിക്കണേ, അവിടുന്ന് എന്നെ രക്ഷിക്കൂ, എൻ്റെ രോഗങ്ങളൊക്കെ മാറ്റിത്തരൂ എന്നാണ് പറയുന്നത്. ശ്ലോകം ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. ക്രുദ്ധേർഷമർദ്ദിതമക സതുകൃത്തശീർഷോ ദേവപ്രസാദിതഹരാദലബ്ധജീവാ ത്വത്പൂരിതക്രതുവര പുനരാപശാന്തി സാത്വം പ്രശാന്തികര പാഹി മരൂർപുരേശ. നമുക്ക് ഈ വരിയുടെ മലയാള പരിഭാഷ എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. കോപിഷ്ടനായി പരമേശൻ ദക്ഷകളച്ഛേദം ചെയ്തു. ദക്ഷൻ്റെ ഗളച്ഛേദം, തല കഴുത്തങ്ങ് കണ്ടിച്ചു, തല വേറെയാക്കി. അതാണ് ഗളച്ഛേദം, ഛേദിക്കുക, വെട്ടിക്കളയുക. കോപിഷ്ടനായി പരമേശൻ ദക്ഷകളച്ഛേദം ചെയ്തു. കോപശാന്തി വരുത്തിനാൻ ദേവസ്തുതികൾ. ദേവന്മാരുടെ സ്തുതികൾ കേട്ട് അദ്ദേഹത്തിന് കുറച്ച് ശാന്തത വന്നു, കോപത്തിനൊരു ശാന്തി വരികയും ചെയ്തു. ദക്ഷനു ജീവലാഭവം യജ്ഞപൂർത്തിയും ലഭിച്ചു. രക്ഷിക്കുക ശാന്തി നൽകും ശ്രീ മഹാവിഷ്ണു. ദക്ഷന് യാഗം പൂർത്തിയാക്കാനുള്ള അവസരം കൊടുത്തു. ലോകത്തിന് ശാന്തിയും സമാധാനവും ഒക്കെ നൽകാൻ വേണ്ടി യജ്ഞം പൂർത്തിയാക്കുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. 16-ാമത്തെ ഈ ദശകം ദക്ഷയാഗം, ദക്ഷൻ്റെ ഗർവ്, അഹങ്കാരം ഇതൊക്കെ അവസാനിപ്പിച്ച ഈ കഥ പറയുന്ന ദക്ഷയാഗം കഥ പറയുന്ന ഈ ദശകം ലാസ്റ്റ് 2 ശ്ലോകങ്ങളിലൂടെ ഭക്തകവി കഥയെ ഏറ്റവും ചുരുക്കിയാണ് പറഞ്ഞത്. എന്നിരുന്നാലും ആ ദക്ഷയാഗം കഥ പറഞ്ഞു, ദക്ഷൻ്റെ ഗർവശമനം പറഞ്ഞു. അങ്ങ് ഗുരുവായൂരപ്പനോട് തൻ്റെ രോഗങ്ങൾ മാറ്റിത്തരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആ പാദങ്ങളിൽ ഈ ശ്ലോകങ്ങളെല്ലാം, ഈ അക്ഷരപുഷ്പങ്ങളെല്ലാം നിങ്ങളോടൊപ്പം ഞാനും സമർപ്പിക്കട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നാരായണീയം മനസ്സിലാക്കൂ, അത് മനസ്സിനൊരു സുഖമാണ്, സുഖം തരും, ആരോഗ്യ സൗഖ്യം തരും എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. ഗുരുവായൂരപ്പൻ നമ്മളെ രക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഭഗവത് പാദങ്ങളിൽ ഈ പദങ്ങളെല്ലാം തന്നെ സമർപ്പിക്കുന്നു.
എല്ലാവർക്കും നന്ദി.